ഹലോ, രാധാമണി അമ്മയുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയാണ്. അവിടെ മഴയുണ്ടോ? ഇവിടെ എല്ലാവരും അമ്മ സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഇന്ന് ഇച്ചിരി കൊച്ചുമത്തി കിട്ടി. ആ കൊച്ചുമത്തി നമുക്ക് തോരൻ വെക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയും വേവിക്കാം. എല്ലാവരും നമുക്കതെങ്ങനെയാ നോക്കാം. അച്ഛനാണ് ഇന്ന് മത്തി വാങ്ങിച്ചോണ്ട് വന്നേ. അന്നേരം നമുക്കിതൊരു തോരൻ വെക്കാമെന്നങ്ങ് അമ്മ തീരുമാനിച്ചു. അപ്പൊ അമ്മക്ക് ഇന്ന് തോരനാ കാണിക്കുന്നത്. നിങ്ങൾ മത്തിത്തോരനൊക്കെ വെക്കാറില്ലേ? മത്തിത്തോരനൊക്കെ കൂട്ടാറില്ലേ? നല്ല രുചിയാ മത്തിത്തോരൻ വെച്ച് കൂട്ടിയാലേ. നമുക്ക് എങ്ങനെയാന്ന് അമ്മ വെട്ടിയെടുക്കട്ട് കാണിക്കാം. അമ്മേ, ചില നാട്ടിലില്ലേ മത്തിത്തോരന് മത്തി പറ്റിച്ചെന്നൊക്കെ പറയാറുണ്ട്. അത് നമുക്ക് ചോദിച്ചാലോ ഇവരോട്. നിങ്ങളുടെ നാട്ടിൽ മത്തിത്തോരൻ എന്നാ പറയുന്നത്? മത്തി പറ്റിച്ചതാണോ? എങ്ങനെയാ മത്തി ഇങ്ങനെ ചതച്ച് വാരി നമ്മള് തേങ്ങയും ചാളയെന്ന് പറയുന്നു. അതൊക്കെ കമന്റ് ചെയ്യണേ. പിന്നെ മത്തിക്കും പല പേരുണ്ട്, ചാള, മത്തി അങ്ങനെയൊക്കെ. അതും ഒന്ന് കമന്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയാ. പിന്നെ നമുക്ക് കാണാം എങ്ങനെയാ തോരൻ വെക്കുന്നതെന്ന്. വെട്ടിയെടുക്കട്ടെ. മീൻ തേച്ച് കഴുകി എല്ലാം കൊണ്ടുവച്ചു. ഇനി അതിന് അരക്കേണ്ട സാധനങ്ങൾ കാണിക്കാം എന്തൊക്കെയാന്ന്. കാന്താരി, തേങ്ങ, അരമുറി തേങ്ങയുണ്ട്. തേങ്ങ, പിന്നെ സവാള അരിഞ്ഞത് അതിന് ചതയ്ക്കാന്. ഇത് ഒരു കൊത്തി ഇഞ്ചി, അമ്മ കൊത്തി അരിഞ്ഞിടുക. ഇത് ഇഞ്ചി, ഉലുവാപ്പൊടി ഒരു അരസ്പൂൺ വേണ്ട, കാൽ സ്പൂൺ. പിന്നെ മഞ്ഞപ്പൊടി, പുളി, തോടംപുളി. ഏതാണ്ട് ഇഞ്ചി കൊത്തി അമ്മ അരിഞ്ഞിടും അതിനകത്തോട്ട്, മീനകത്തോട്ട്. ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ. ഉപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച ഉപ്പൊഴിച്ചു ആവശ്യത്തിന്. അമ്മ തേങ്ങ ശാസ്ത്രം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കാം. ഇനി അമ്മ മിക്സ് ചെയ്യും. വെള്ളം ഒഴിക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് കുത്തണം. ഒരു മീൻ പോയി ഗായ്സ് അവൻ താഴ്ത്തിട്ട. എല്ലാം ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊണ്ട് നമ്മള് ഇച്ചിരിയും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇത് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം. 1 2 ആണ് ഗായ്സ്. കരിയാപ്പല ഇട്ടില്ലായിരുന്നു, വെച്ചാൽ കരിയാപ്പലയും കൂടി ഇടാം. കരിയാപ്പല ഇനി ആവിയിലിത് പറ്റി വരും. നമ്മുടെ മീൻ തോരൻ പറ്റി നല്ല ഇത് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെറിയ മീനൊക്കെ കിട്ടുമ്പോ ഇങ്ങനെ പറ്റിച്ചാൽ നല്ലതാണ്. ചോറിന്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ല രുചിയാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. പിന്നെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കണം. ഇന്ന് ഞങ്ങൾക്ക് കപ്പ വേവിച്ചതാണ്. അതിന്റെ കൂടെ ഞങ്ങള് ഇത് കഴിക്കാൻ പോവാണേ. അമ്മ വിളമ്പി തരുന്നുണ്ട്, അച്ഛന് കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ. സൂപ്പർ സാധനം, ഇതെല്ലാരും എടുത്തു നോക്കണം തന്നെ. അടിപൊളിയായത് തിന്നാന്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബൂടെ അമർത്തണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.